ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ എനിക്കും സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നു. അവിടെ ഒരു സഭയിൽ എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാനവിടെ പോയത്. എന്നാൽ അതിനോട് ചേർന്ന് എനിക്കുണ്ടായ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയുകയാണ്. അതായത് ചില നാളുകൾക്ക് മുന്നമേ യൂട്യൂബിലൂടെ എന്നെ പരിചയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം എൻ്റെ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രസംഗങ്ങളെല്ലാം അത് കേട്ടതിന് ശേഷം അത് എഴുതിയെടുക്കും. അങ്ങനെ ഒരു 10-20 നോട്ട് ബുക്കുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം 80 വയസ്സ് ഉള്ളപ്പോഴാണ്, 78 വയസ്സ് ആ കാലത്താണ് എന്നെ പരിചയപ്പെടുന്നത്. ചില നാളുകൾക്ക് മുന്നേ അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ആണ് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, സഹോദരനെ ഞാൻ യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹമാണ് സഹോദരൻ എന്നെ ഒന്നൊന്ന് കാണണം. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും അങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ അതിനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് എന്നെ ഒന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സാലിയും ഞാനും പിന്നീട് നമ്മുടെ സോണി സഹോദരനും നിഷയും എല്ലാം കൂടെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ കണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു. നല്ല കൈയക്ഷരത്തിൽ അദ്ദേഹം അതുപോലെ ഭംഗിയായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ വിശ്വാസിയല്ല. അപ്പോൾ അദ്ദേഹം ഞാൻ എഴുതിയ ഈ പുസ്തകങ്ങൾ, പ്രസംഗം കളക്ട് ചെയ്തത് അവൻ വായിച്ച്, ഞാൻ മരിച്ചതിന് ശേഷം അവൻ വായിച്ച് രക്ഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ അദ്ദേഹം എപ്പോഴാണ് മരിക്കുക എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മളുടെ ജോസഫ് സഹോദരൻ മരിച്ചുപോയി. അവിടെ ശനിയാഴ്ച രാത്രിയിലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അവിടെ ഞായറാഴ്ച 3 മണിക്കാണ് ശവസംസ്കാരം, അതിന് സഹോദരൻ മരണം. അപ്പോൾ ഇവിടെയാണെന്ന് എനിക്ക് നിശ്ചയമായിട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച സഭയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ചെന്നു. അവിടുത്തെ മുഖ്യ പ്രസംഗം ഞാനാണ് നടത്തിയത്. അത് എനിക്ക് സന്തോഷമായി. ഞാൻ പറയാം, അദ്ദേഹം മരിച്ചു പോലുള്ള സന്തോഷമല്ല, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു നല്ല മനുഷ്യനായിരുന്നു, വളരെ ഭക്തനായ. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഭക്തിയുടെ കാര്യത്തിൽ വളരെ എന്നെ സ്വാധീനിച്ച ഒരു നല്ല മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോടൊരുമിച്ച് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. ആദ്യ അധ്യായത്തിൽ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ ആവശ്യമായി വരികയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, കുറേ പ്രസംഗങ്ങൾ ഞാൻ ആദ്യ അധ്യായത്തിൽ നിന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുറച്ച് ദീർഘമായ വേദഭാഗത്തെ ക്രോഡീകരിച്ച് ഒരു പ്രസംഗം ചെയ്യാം എന്നങ്ങ് വിചാരിക്കുകയാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ എന്നോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വരണം. അത് ബൈബിൾ പരിചയമുള്ളവർക്കറിയാം, സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഞാൻ വായിക്കുന്നു. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ്,
ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യം ആയിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേർ ആയി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 20 ലേവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഒരു വീഴ്ചയുടെ ആഘാതം തീരുമാനിക്കുന്നത് എത്ര ഉയരത്തിൽ നിന്ന് വീണു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. The impact of the fall depends on the height from which you have fallen. ഒരു പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ യൂദയ്ക്ക് വന്നതിനേക്കാളും വലിയൊരു വീഴ്ച മനുഷ്യർക്ക് അസാധ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് കർത്താവ് തൻ്റെ പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരുവനായി അതിമനോഹരമായ കർത്താവ് തൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്ന സമയത്ത് ഇസ്രയേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിലൊരു ഗോത്രത്തെ ന്യായം വിധിക്കാനായിട്ടുള്ള ആളായിട്ട് അതിനുള്ള സാധ്യത മുൻപിലുണ്ടായിരുന്ന ആ മനുഷ്യൻ താനെ തലകീഴായിട്ട് വീണ് അവൻ്റെ കൂടലെല്ലാം പുറത്തു വന്ന് ഭീകരമായ ഒരു അന്ത്യം. അത് തൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ ഒരു ചിത്രമാകട്ടോ, അദ്ദേഹത്തിൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ ഒരു ചിത്രമാണ്. ദാവീദ് ശൗലിനെക്കുറിച്ച് ചോദിക്കുന്ന പോലെ, അല്ല അബ്നേറിനെക്കുറിച്ച് ചോദിച്ച പോലെ, നിനക്കെങ്ങനെ ഇങ്ങനെ പറ്റി? വൈ ഡിഡ് യു ഫോൾ ലൈക്ക് ദിസ്? നിനക്കെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അല്ലെങ്കിൽ പിശാചിന് വീഴ്ചയെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് പോലെ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വീണുപോയി എന്ന് ചോദിക്കുന്ന പോലെ. അത് നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ് കേട്ടോ. അവിശ്വാസികൾക്കൊരു വെല്ലുവിളിയാണ്, വിശ്വാസികൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ മുൻപിൽ ദൈവം നൽകുന്ന സാധ്യതകളെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് ധനമോഹവും മറ്റ് മോഹങ്ങളുമൊക്കെ ഹൃദയത്തെ സ്വാധീനിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ, തള്ളിപ്പറയുവാൻ, തൻ്റെ ശത്രുക്കളോട് ഒരുമിച്ച് ചേർന്ന് നിന്ന് കർത്താവിനെ ബന്ധിക്കുന്നത് കണ്ടു നിൽക്കുവാൻ അതിനൊരവസരം വന്നു എന്നത് എത്രയോ ഭീകരമായ കാര്യമാണ്.
എത്രയോ ഭീകരമായ കാര്യമാണ്. അപ്പോൾ അതാണ് ഒരു നിലയിൽ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യൂദായിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ഒരു വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ വളരെ ഗാഢമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ എഴുത്തുകാരൻ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഡോക്ടർ എബ്രഹാം കുരുവിളയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാസേജിൻ്റെ ത്രസ്റ്റ് എന്താണ്, വൈ ഡിഡ് ഹി സേ വാട്ട് ഹി സെഡ്, താൻ ഈ പറഞ്ഞ കാര്യം എന്തിനാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വളരെ നിരാശാജനകമായ അന്ത്യം ഉണ്ടാകും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് അത്ഭുതകരമായ അനുഗ്രഹമാണ് എന്ന കാര്യമാണ് താൻ ഈ വേദഭാഗത്തുകൂടെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഈ ആളുകൾക്ക്, ഒരർത്ഥത്തിൽ പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വയ്യാതെ അവരെങ്ങനെയാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്, അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ചിത്രവും നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. പാട്ടുകാരൻ പറയുന്ന പോലെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാർ എത്ര ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് അവർക്ക് ലഭിച്ചിരുന്നതല്ലേ, ദൈവത്തെ പ്രതിനിധാനം ചെയ്യാനായിട്ട്, ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുവാൻ. ആ ഒരു നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ കർത്താവിനെ സ്വീകരിക്കാതെ അവനെ തള്ളിക്കളഞ്ഞു. എങ്ങനെ നിനക്ക് ഈ വീഴ്ച സംഭവിച്ചു? ഹൗ ഇറ്റ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആശ്ചര്യപ്പെടുകയാണ്. എന്നാൽ മനുഷ്യർ ദൈവത്തിൻ്റെ പരിപാടികളെ ഉപേക്ഷിക്കുകയും അവർ വീണുപോവുകയും ഒക്കെ ചെയ്താലും ദൈവത്തിൻ്റെ പരിപാടിയും പദ്ധതിയും ഒന്നും പരാജയപ്പെടുകയില്ല എന്ന കാര്യവും നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേദഭാഗത്ത് എൻ്റെ പശ്ചാത്തലം ഒന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം എന്നത് അപ്പോസ്തല പ്രവൃത്തിക്ക് മുഖവുരയാണ് പൊതുവായിട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോസ്തല പ്രവൃത്തി മുഖവുരയാണ്. അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലമാണ് 1-ാമത്തെ അധ്യായം. അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യം അല്ലേ. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ആക്ച്വലി ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ സെക്കൻഡ് ചാപ്റ്റർ. അല്ലെങ്കിൽ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നതിനുള്ള തയ്യാറെടുപ്പ്, അതാണ് 1-ാമത്തെ അധ്യായം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവരെ പരമേൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷികളായിട്ട് നിൽക്കുക എന്ന ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് അവരെ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നമേ അതിനായിട്ട് അവരെങ്ങനെയാണ് ഒരുക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പ്രിപ്പറേഷൻ ഫോർ ദ കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ദേ ക്യാൻ ബി ദ വിറ്റ്നസ്സസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് അവർക്ക് കഴിയണം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കാൻ പോകുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവരെങ്ങനെയാണ് ഒരുക്കപ്പെടേണ്ടത് എന്ന് പറയാം. നമ്മളെയും കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഫലപ്രദമായ രീതിയിൽ സാക്ഷികളായി തീരുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ചാണ്, അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആദ്യ ഭാഗത്ത് ലൂക്കോസ് പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് യു ആർ ഷുവർ ഓഫ് ഹൂ ജീസസ് ക്രൈസ്റ്റ് ഈസ് ആൻഡ് വാട്ട് ഹി ഹാസ് ഡൺ. കർത്താവായ യേശു ക്രിസ്തു ആരാണ്, കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണ ഉറപ്പ്, ബോധ്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ലൂക്കോസ് ഇവിടെ പറയുന്നത് അത് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസമല്ല. കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസമല്ല. പറഞ്ഞു കേട്ടു, അങ്ങനെ ഞങ്ങൾ കേട്ടങ്ങ് വിശ്വസിച്ചു, അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ
പ്രധാനമായും 100% ഉറപ്പാണ് എന്നാണ് ലൂക്കോസിന് പറയാനുള്ളത്. ഒന്ന്, അവൻ കഷ്ടം അനുഭവിച്ചു എന്ന കാര്യം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന കാര്യം 100% ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി പറയുന്നത് യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി മരിച്ചു എന്ന കാര്യമാണ്. യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു, ക്രൂശിൽ അവൻ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്നേഹിതന്മാരോട് പറയും, അവരുടെ വിശ്വാസം അതിഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ടിലാണ്. അതിന് കാരണം പുരാതന ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും വ്യക്തമായ സത്യം കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യമാണ്. ദ വൺ ട്രൂത്ത് വിച്ച് ഈസ് ഇൻഡിസ്പ്യൂട്ടബിൾ ഫ്രം ദി ഓൾഡ് ടൈംസ്, പഴയ കാലത്ത് അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും വ്യക്തമായ സത്യം എന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും വ്യക്തമായിരിക്കുന്ന ഒരു സത്യം നിഷേധിക്കുന്ന പുസ്തകമാണ് ഖുർആൻ. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വ്യക്തമായ ഒരു സത്യം നിഷേധിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ദാറ്റ് ഈസ് എ സ്റ്റെയറിംഗ് റിയാലിറ്റി at the face of the people who deny the death of Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പുരാതന ലോകത്തിലുള്ള ഏറ്റവും വ്യക്തമായ സത്യത്തെ നിഷേധിക്കുന്നയാളാണ്. അപ്പോൾ അവർക്ക് അതിന് മറുപടി പറയാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടെ അവരെക്കുറിച്ച് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ഒരു 650 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വന്ന് പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിയാനായിട്ട് ആരോടാ ചോദിക്കേണ്ടേ? നമ്മൾ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആ സംഭവം നടന്നതിന് ശേഷം ഒരു 100-700 വർഷം കഴിഞ്ഞ് വരുന്ന ഒരാളിനോട് ചോദിക്കണം അതെങ്ങനെ ഉണ്ടായിരുന്നല്ലേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇത് കണ്ട ആൾക്കാരോടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളോടല്ല അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത്. 1000 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നതിന് ശേഷം, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, ഗാന്ധി 1948 വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത്. 2545 ജനിച്ച ഒരു മനുഷ്യനോട് നമ്മൾ ചോദിക്കുക, ഗാന്ധിക്ക് എന്തോ പറ്റിയായിരുന്നു അല്ലേ? എൻ്റെ പൊന്നെ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ 1940കളിൽ ജീവിച്ചിരുന്ന, അത് കണ്ടതായിരിക്കുന്ന കുറേ മനുഷ്യനും അത് രേഖപ്പെടുത്തിയ ആൾക്കാരുമുണ്ട്. അവരോട് ചോദിക്കണം ഗാന്ധിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വളരെ വ്യക്തമായ കാര്യം, 2 വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതിലൊന്ന്, കർത്താവായ യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ച് നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം നമ്മളുടെ വേദശാസ്ത്രമാണ് കേട്ടോ. അത് നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ വിശദീകരിക്കുന്ന കാര്യമാണ്. താൻ മരിച്ചത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യം ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് വാദിക്കാൻ ചില ആളുകൾ അങ്ങനെ പറയുമ്പോൾ കർത്താവ് മരിച്ചത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയും. അതൊക്കെ ശരി, അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെങ്കിൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം കേട്ടോ, ഹൗ ഡെയർ യു സേ, how dare you deny a reality which is so perfectly proved in the history of the world? ലോകത്തിൻ്റെ ചരിത്രത്തിൽ സീസർ 1-ാം നൂറ്റാണ്ടിൽ ഭരിച്ചു എന്ന് പറഞ്ഞതിനേക്കാളൊക്കെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അതും വിശ്വാസമാകട്ടോ, അത് അങ്ങനെ എല്ലാവരും അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തേത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന കാര്യം വിശ്വാസികൾക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണ്. അത് ലോകത്തുള്ള മനുഷ്യർ സമ്മതിക്കുന്ന കാര്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമായിരുന്നു എന്നുള്ള കാര്യം ലോകത്തിലുള്ള മനുഷ്യർക്ക്, അതിനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും. ഹെൻറി മോറിസൺ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ, അദ്ദേഹം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു പുസ്തകം എഴുതാനായിട്ട് തീരുമാനിച്ച ആളാണ് അദ്ദേഹം. നിരീശ്വരനായ ഒരാളായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണം, പിന്നെ അതിനുശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ ശൂന്യമായ കല്ലറ, അതിനുശേഷം ശിഷ്യന്മാർക്ക് വന്നതായിരിക്കുന്ന രൂപാന്തരം,
ആ ശിഷ്യന്മാരെ കർത്താവിനെ കണ്ടു എന്ന് പറയുന്ന അവരുടെ സാക്ഷ്യം, ആ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കാനുള്ളതായിരിക്കുന്ന അവരുടെ തീരുമാനം, ഇതെല്ലാം പരിശോധിച്ച ഹെൻറി മോറിസൺ ഒരു പുസ്തകം എഴുതി. അത് ഹൂ മൂവ്ഡ് ദ സ്റ്റോൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം എഴുതുന്ന ആ കാലഘട്ടത്തിൽ അതൊരു വിശ്വാസിയായിട്ട് തീർന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. വിശ്വാസികളെ സംബന്ധിച്ച് അതിന് യാതൊരു തർക്കവുമില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായി കർത്താവായ യേശു ക്രിസ്തു തെളിയിച്ചു കൊടുത്ത കാര്യമാണ്. 40 ദിവസം കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി അവരോടൊരുമിച്ച് ഭക്ഷണം കഴിച്ചു, അവരെ ഉപദേശിച്ചു, അവരുമായി ഇടപഴകി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം ശിഷ്യന്മാർക്ക് 100% ഉറപ്പായ കാര്യമാണ്. അതിന് വിശദീകരണങ്ങളൊക്കെ അവിശ്വാസികൾ പറയും, അത് ശരിയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ലൂക്കോസ് ഉപയോഗിക്കുന്ന വാക്ക് അൺഡിനയബിൾ പ്രൂഫ്. അൺഡിനയബിൾ പ്രൂഫ്. യേശു ക്രിസ്തു ജീവനോടെ ഇരിക്കുന്നു എന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അനേകം ദൃഷ്ടാന്തം എന്നുള്ളതായിരിക്കുന്ന വാക്ക് അൺഡിനയബിൾ പ്രൂഫ് എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. നിഷേധിക്കാനാവാത്ത തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുത്തിയതായിരിക്കുന്ന കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരികയും കർത്താവിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യവും അറിവും ഉള്ള ആളുകളാണ്. ദേ നോ ജീസസ് ആൻഡ് ദേ നോ വാട്ട് ഹാപ്പൻ ടു ഹിം. കർത്താവായ യേശു ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവർക്കറിയാം. രണ്ടാമത് അവർക്ക് ബോധ്യമായ കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ശക്തിയിൽ അവർക്ക് ഈ പണി സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഏറെ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ അവർ മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അതിനുള്ള ശക്തി അവർക്ക് നൽകിയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായ കാര്യമാണ്. മൂന്നാമത് അവർക്ക് ബോധ്യമായ കാര്യമെന്ന് പറയുന്നത്, അവർ ഈ വാക്കുകളെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഉയർന്ന് ആകാശങ്ങളിലേക്ക് ഉയർന്ന മേഘങ്ങൾക്ക് മറഞ്ഞ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്ന കാര്യം അവർ കണ്ടതാണ്. ദേ സോ ഹിം അസെൻഡ് ഇൻ ടു ദ ഹെവൻസ്. സ്വർഗങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കയറിപ്പോയത് അവർ കണ്ടതാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, പിന്നീട് അവരതിനെക്കുറിച്ച് അതിൻ്റെ വേദശാസ്ത്രം അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദ സെഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, സകല അധികാരവും പ്രാപിച്ച രാജാതി രാജാവും കർത്താതി കർത്താവുമായി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യമായി. ദാറ്റ് ഈസ് സംതിങ് വിച്ച് എനേബിൾസ് ദം ടു ബി വിറ്റ്നസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് സംവൺ ഹു ഈസ് ലിവിങ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ വിത്ത് ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും പ്രാപിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് സംവൺ ഹു ഡൈഡ് ആൻഡ് ഗോൺ അവേ. മരിച്ച് മൺമറഞ്ഞ ഒരാളിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ദ വൺ ഹു ഈസ് റിസൺ ആൻഡ് ഹു ഈസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലേക്ക് കർത്താവ് കയറി പോകുന്ന അവസരത്തിൽ അങ്ങനെ ആകാശങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് 2 ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. അവർ ജീവിക്കുന്ന കാലമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിനും ഇനി മടങ്ങി വരുവാനുമുള്ള ആ കാലഘട്ടത്തിലാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യവും അവർക്കുണ്ടായി എന്ന് പറയാൻ സാധിക്കും. അതിനുശേഷമാണ് ഈ പറഞ്ഞതായിരിക്കുന്ന വേദഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ പശ്ചാത്തലം പറഞ്ഞു തന്നെ ഞാൻ പകുതി പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ഫിലിപ്പ് സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നീട്ടി പ്രസംഗിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ 1-1.5 മണിക്കൂർ കൂടുതലൊന്നും പ്രസംഗിക്കത്തില്ല. ഏതായാലും ശരി, അപ്പോൾ ഞാൻ ഇനിയും നമ്മുടെ പ്രസംഗത്തിൻ്റെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം,
അവിടെ അപ്പോസ്തലന്മാരെക്കുറിച്ച് മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായിരിക്കുന്ന ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം സോ ഐ ആം ഗോയിങ് ടു പ്രിൻസിപ്പലൈസ്. അപ്പം അവരൊക്കെ സംഭവിച്ച കാര്യം ഒരു പ്രമാണമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ എങ്ങനെയാണ് ദൈവീക കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഫലപ്രദമായി നമുക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ അതിനുള്ള 3 കാര്യങ്ങൾ ഞാൻ വായിച്ച വേദഭാഗത്ത് ഉണ്ട്. 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഹൗ ഡു വി ബിക്കം ഇഫക്റ്റീവ് വിറ്റ്നസസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പരമേൽപ്പിച്ച ശുശ്രൂഷ, വേല, ദൗത്യം നമുക്ക് എങ്ങനെയാണ് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്? അതിന് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറയാൻ സാധിക്കുന്നത് വെയിറ്റ് ആൻഡ് പ്രേ എന്ന് പറയുന്ന കാര്യമാണ്. അത് നമുക്ക് സാധ്യമായി തീരുന്നത് ഇതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നതിന് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ഹൗ ക്യാൻ വി ബി ഇഫക്റ്റീവ്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ദൈവം പറയുന്നത് പോലെ ജീവിക്കുവാൻ, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനൊരു ഒരുക്കം വേണം കേട്ടോ. ആ ഒരുക്കം നമുക്ക് ഒരു പ്രമാണമായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ഒലിമലയിൽ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് അവർ കണ്ടത്. ദേ വാച്ച്ഡ് ഹിം ഗോ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കരേറി പോകുന്നത് കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ളൊരു വഴിത്തിരിവായിരുന്നു. അത് അവരെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവാണ്. ആ കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. മടങ്ങിപ്പോന്നു എന്ന് പറയുന്ന വാക്ക് മാനസാന്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് കേട്ടോ. എക്ട്രപ്സോ എന്ന് പറയുന്നൊരു വാക്ക്. ദേ ടേൺഡ് അറൗണ്ട്. അവർ മടങ്ങിപ്പോന്നു. ജീവിതത്തെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെട്ടു. അവർ ജീവിതത്തെ കണ്ടതും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടതും യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലുള്ള അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമായി. അവർ കർത്താവിനോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് നീ എപ്പോഴാണ് ഇസ്രയേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ രാജ്യം സ്ഥാപിച്ച് മന്ത്രിമാരായിട്ട് ഭരണാധിപന്മാരായിട്ട് ഭരിക്കാം എന്നൊരു കാഴ്ചപ്പാടിലാണ് അവർ നിന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, കാലത്തെയും സമയത്തെയും കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ പണി ഭരിക്കുന്ന പണിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ രാജ്യത്തിൽ അവകാശികളായിരുന്ന ലോകത്തെ ഭരിക്കുന്ന ജോലിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ജോലിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട് അവർക്കുണ്ടായി. They turned around and went back to Jerusalem. യെരുശലേമിലേക്ക് അവർ മടങ്ങിപ്പോയി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദൈവികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അനിവാര്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് കർത്താവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ലോകത്തിൻ്റെ രീതികൾ, ലോകത്തിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കർത്താവിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കില്ല. വി നീഡ് ടു ടേൺ അറൗണ്ട്. നമുക്ക് ദൈവികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവണം, നമുക്ക് മാനസാന്തരം ഉണ്ടാകണം, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തെ കാണാനുള്ള ഒരു മനസ്സുണ്ടാകണം. അവർ ആ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രകടനം എന്താണ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിക്കേഷൻ ഓർ പ്രൂഫ് ദാറ്റ് they have really repented, അല്ലെങ്കിൽ they have turned around, അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? കർത്താവ് പറഞ്ഞത് അനുസരിക്കാനായിട്ട് മനസ്സ് വെച്ചു എന്നതാണ് അതിൻ്റെ തെളിവ്. നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അനുസരണമാകട്ടോ. നമ്മൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നെങ്ങനെ അറിയുന്നത്? ദൈവത്തെ അനുസരിക്കുവാൻ, കർത്താവിനെ അനുസരിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അതാണ് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എന്താ കർത്താവ് അവരോട് പറഞ്ഞത്? നേരത്തെ പറഞ്ഞതെന്തായിരുന്നു? അതുകൊണ്ട് നിങ്ങൾ യെരുശലേം വിട്ടുപോകാതെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനായിട്ട് അവരെ തീരുമാനിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യതിയാനങ്ങൾ, നമ്മുടെ മാനസാന്തരം, ദൈവഹിതപ്രകാരമുള്ള രൂപാന്തരം തെളിയിക്കുന്നത്
കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുവാനുള്ള നമ്മളുടെ മനസ്സാണ്. അങ്ങനെയാണ് അവർ യെരുശലേമിലേക്ക് വന്നത്. യെരുശലേമിൽ പാർത്തു എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. കർത്താവ് അവരോട് പറഞ്ഞതുപോലെ കാത്തിരിക്കുക എന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ദേ ലിസൺ ടു ജീസസ്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ കാത്തിരിക്കാനായിട്ട്, കർത്താവിനെ അനുസരിക്കാനായിട്ട് മനസ്സ് വെച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം കർത്താവിനോടുള്ള അനുസരണവും ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയുമാണ്. കർത്താവിനോടുള്ള അനുസരണവും ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയുമാണ്. ദൈവത്തിൻ്റെ അതിനെക്കുറിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രൊഫസറായിരുന്നു സെയിൻ ഹോഡ്ജസ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രൊഫസർ. അത് ഒരു വലിയ ഗ്രീക്ക് പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, വിശ്വാസികളുടെ ജീവിതം അല്ലെങ്കിൽ ലോകത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വരുമോ? കർത്താവ് പറഞ്ഞ് ഏറെ നാൾ കഴിയും മുൻപേ നിനക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വരുമെന്നേ. കാത്തിരുന്നാലും വരും, കാത്തിരുന്നില്ലെങ്കിലും വരും. കാരണം ചോദിച്ചാൽ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സാക്ഷി ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ബുദ്ധിമുട്ടുന്ന കാത്തിരിക്കേണ്ട കാര്യം എന്താ അല്ലേ? പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ദൈവം അത് ചെയ്യൂലോ എന്ന്, പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. നാം പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമോ? ഉണ്ടാകും, നിശ്ചയമായിട്ടുണ്ടാകും. ദൈവജനത്തിൻ്റെ ശക്തി എന്താണ്? അവരേ ഒരു മനസ്സോടുകൂടെ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഡിലിജന്റ് പ്രയർ, അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വാക്കാണ്. ഒരു നീതിമാന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവരൊരു മനസ്സോടുകൂടെ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ അനുസരിക്കുവാനുള്ളവരുടെ മനസ്സും പ്രാർത്ഥിക്കുവാനുള്ളവരുടെ തീരുമാനവുമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം വരുമെന്നുള്ളതിന് ഞാൻ 100% ഞാൻ ഉറപ്പ് തരാം. ദൈവത്തെ അനുസരിക്കാൻ മനസ്സുള്ള, പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് വയ്ക്കണം കേട്ടോ. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കണം. പിന്നീട് ആ കാര്യം നടപ്പിൽ വരാനായിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. അവർ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് ഹോഡ്ജസ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സഭയുടെ ആരംഭം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിലാണ് എന്ന് പറഞ്ഞു. ദ ബിഗിനിങ് ഓഫ് ദ ചർച്ച് വാസ് ഇൻ എ പ്രയർ മീറ്റിംഗ്. ഇറ്റ് വാസ് ഇൻ എ പ്രയർ റൂം. അല്ലെങ്കിൽ സഭ ജനിച്ചു വീണത്, ഇറ്റ് വാസ് നോട്ട് ഇൻ എനി അതർ ഫോം, ബട്ട് ഇറ്റ് വാസ് ഇൻ എ പ്രയർ റൂം അല്ലേ? ഒരു പ്രാർത്ഥനാ യോഗത്തിലാണ് സഭയുടെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെയാണോ? സഭയുടെ ആരംഭം പ്രാർത്ഥനാ യോഗത്തിലാണെങ്കിൽ സഭയുടെ തുടർച്ച എങ്ങനെ ആയിരിക്കണം? അത് പ്രാർത്ഥനയുടെ ഒരന്തരീക്ഷത്തിലായിരിക്കണം. ഈ നാളുകൾ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയി കേട്ടോ. നമ്മൾ മാസത്തിൽ ഒരു ആഴ്ചയെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്ക് മടക്കി വേണം, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖാന്തരമാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖാന്തരമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തെ അനുസരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ പ്രാർത്ഥനാ യോഗത്തിലുള്ള ആൾക്കാരെക്കുറിച്ചും കൂടെ ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പസ്തലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ യൂദാ ഒഴികെ 11 അപ്പോസ്തലന്മാരുണ്ട്. പിന്നെ പറഞ്ഞു കർത്താവിൻ്റെ അമ്മ മറി. അയ്യോ, നല്ല നല്ല ആൾക്കാരാണല്ലോ അല്ലേ? കർത്താവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. പിന്നെ കർത്താവിൻ്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സഹോദരന്മാരും കർത്താവിൻ്റെ അമ്മ മറിയയും, ഞാൻ വിചാരിക്കുന്നു മറ്റ് സഹോദരികൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച, കർത്താവിൻ്റെ പിന്നാലെ വന്ന, കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച, കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ നിന്ന, കർത്താവിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച, തങ്ങളുടെ സമ്പത്ത് കൊണ്ട് കർത്താവിന് സഹായം ചെയ്ത ആ സഹോദരിമാരൊക്കെ ആ പ്രാർത്ഥനാ യോഗത്തിന്
ഉണ്ടായിരുന്നു. അപ്പം കർത്താവിൻ്റെ അമ്മയെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും ഒരു വാക്ക് ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള അവസാന പ്രസ്താവനയത് കേട്ടോ. പിന്നീട് നമ്മൾ കർത്താവിൻ്റെ അമ്മയെ എങ്ങും കാണുന്നില്ല. കർത്താവിൻ്റെ അമ്മയെ നമ്മൾ കാണുന്ന അവസാന സന്ദർഭം എന്ന് പറയുന്നത് അതേ ഒരു പ്രാർത്ഥനാ യോഗത്തിന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ കന്യമറിയാമിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കന്യമറിയാം പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്. അല്ലാതെ ശരി അവിടെ കൂടി വന്നതായിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി കന്യമറിയാം അവിടെ മൂലയ്ക്ക് ഇരിക്കുകയാണ്, കന്യമറിയാമേ അങ്ങനെ പരിപാടിയില്ല കേട്ടോ. എന്നാ ഈ കന്യമറിയാമിനുള്ള പ്രാർത്ഥന തുടങ്ങിയത്? ഏതായാലും അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിലല്ല. കന്യകമറിയാം കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തിയായ സ്ത്രീയായിരുന്നു. മറ്റ് നിലകളിലൊക്കെ കന്യാമറിയാമിനെ കാണുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടാണ്. പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന പരിപാടികളോ ഒന്നും കന്യാമറിയാമിനുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിലില്ല കേട്ടോ. കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോടും മറ്റ് സഹോദരിമാരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിലാണ് നമുക്ക് കന്യമറിയാമിനെ കാണാൻ പറ്റുന്നത്. പിന്നെ കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ അതിനെക്കുറിച്ച് എഫ് ബ്രൂസ് പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ സഹോദരന്മാർ, അതായത് കന്യമറിയാമിൽ നിന്ന് കന്യക എന്ന് ഞാൻ പറഞ്ഞത് ജനിച്ചപ്പോഴുള്ള കന്യകത്വത്തെക്കുറിച്ചാണ്. അതിനുശേഷം കർത്താവിൻ്റെ സഹോദരന്മാരായിട്ട് ജനിച്ച ആളുകളാണ് കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത്. കാരണം ചോദിച്ചാൽ, കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് സഹോദരന്മാരെന്ന് പറഞ്ഞതെങ്കിൽ അപ്പോസ്തലന്മാരും എല്ലാം സഹോദരന്മാരല്ലേ? കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞപ്പോൾ അവർ കർത്താവിൻ്റെ സഹോദരന്മാരല്ലെങ്കിൽ, കർത്താവിൻ്റെ സഹോദരന്മാരല്ല എന്ന് പറയുന്നവർ അത് തെളിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ വാക്കിൽ നിന്നോ സന്ദർഭത്തിൽ നിന്നോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞപ്പോൾ യോസേഫ്, മറിയ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിച്ച സഹോദരന്മാരാണ്, മക്കളാണ് കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത്. അവരെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവനോടെ ഇരുന്ന അല്ലെങ്കിൽ പരശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് അവരാരും കർത്താവിനെ വിശ്വസിച്ചില്ല. എന്തൊരു ഭയങ്കര അല്ലേ! കർത്താവിൻ്റെ സഹോദരന്മാരെ കർത്താവിനെ വിശ്വസിച്ചില്ല. They were too familiar to Christ. കർത്താവുമായിട്ട് ഒരുപാട് പരിചയപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. സഹോദരങ്ങളെ, ഞാൻ പറയാം, കർത്താവുമായിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്ന് കർത്താവിനെ കൂടുതൽ പരിചയപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് കർത്താവിനെ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ. യു ക്യാൻ ബി ടു ക്ലോസ് ടു ദി ചർച്ച് ആൻഡ് ടു ദ റിലിജിയൻ ദാറ്റ് യു മൈറ്റ് മിസ് ക്രൈസ്റ്റ്. കർത്താവിനെ തിരിച്ചറിയാൻ വയ്യാത്ത വിധം അല്ലെങ്കിൽ പരിചയങ്ങളിൽ അകപ്പെട്ടു പോകാനുള്ളതായിരിക്കുന്ന സാധ്യത മനുഷ്യർക്കുണ്ട്. എന്നാൽ കർത്താവിൽ അവർ വിശ്വസിച്ച് അവർ വ്യത്യാസപ്പെടാനുണ്ടായ കാരണം, കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യാക്കോബിന് പ്രത്യക്ഷനായി. ഈ സഹോദരന്മാരോട് പ്രത്യേക സ്നേഹം കർത്താവിനുണ്ടായിരുന്നു കേട്ടോ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യാക്കോബിനും യോസേ, ശിമോൻ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് യാക്കോബിന് പ്രത്യക്ഷനായതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പ്രത്യക്ഷനായി മരിച്ച ആൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പോന്നെ ഇതൊരു പണിയാണല്ലോ അല്ലേ? മരിച്ച ആളിതാ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ച ചേട്ടച്ചാര് ആ പറയുന്ന രീതിയിലുള്ള ഒരാളല്ല കേട്ടോ. നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നോക്കി ഇതാളും വേറെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അവിടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സഹോദരനായിട്ട് വിചാരിച്ചിരുന്ന യാക്കോബ് പിന്നീട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ദാസനും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഹി ബിക്കെയിം എ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹി കെയിം ടു അണ്ടർസ്റ്റാൻഡ് ജീസസ് ആസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് മനസ്സിലാക്കി, രക്ഷകനായി മനസ്സിലാക്കി. ആ നിലയിൽ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വരുവാൻ കർത്താവിന് സഹോദരന്മാർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അവരെല്ലാവരും കൂടെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഞാനൊരു പ്രാവശ്യം കൂടെ പറയാം. എങ്ങനെയാണ് നമുക്ക് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നത്? അത് കർത്താവിനെ അനുസരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഹൃദയംഗമായി മനസ്സ് വയ്ക്കുമ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നത്. കർത്താവിനെ അനുസരിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ മനസ്സ് വയ്ക്കുമ്പോഴാണ്. നമ്മളതിന് മനസ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരമാണ്. ദൈവത്തിൻ്റെ കൃപയും ശക്തിയും കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ നാളുകൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ നാൾ നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അയ്യോ, നമുക്കൊരു അനുഗ്രഹം വേണ്ടേ? ദൈവഹിത പ്രകാരം നമുക്ക് ജീവിക്കണ്ടേ? ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരണ്ടേ? അത് നടപ്പിലാക്കാനായിട്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് വയ്ക്കുകയും പ്രാർത്ഥിക്കുവാൻ മനസ്സ് വയ്ക്കുകയും ചെയ്യാതെ സാധിക്കില്ല. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. അത് ആത്യന്തികമായിട്ട് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് ഞാൻ പറയാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം. കർത്താവേ, നീ പറയുന്നത് ഞാൻ കേൾക്കാം, ഞാൻ നിന്നെ അനുസരിക്കാം. അതുപോലെ തന്നെ നിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കാം, നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അനുഗ്രഹമായി. അങ്ങനെ ഒരു താല്പര്യം ഈ ദിവസങ്ങൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ അല്പമായിട്ട് തരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം ഈ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ട്. കാരണം പ്രാർത്ഥന കൂടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനും ദൈവഹിത പ്രകാരം ജീവിക്കുവാനും വിശ്വാസികൾക്ക് കഴിയുകയില്ല. അപ്പം അതുകൊണ്ട് അവരത് അതിനായിട്ട് മനസ്സ് വയ്ക്കണം എന്നതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം, അത് ഒരുപക്ഷെ അതും കൂടെ മൂന്നാമത്തെ കാര്യം പറയാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് 3 പോയിൻ്റാണുള്ളത്. അതിൽ രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറയാം. അത് യൂദയുടെ കാര്യമാണ് കേട്ടോ. അത് യൂദയുടെ കാര്യമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെങ്ങനെയാണ് ദൈവഹിത പ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ ഒരുക്കപ്പെടുന്നത്? അതിനുള്ള ഒന്നാമത്തത് അനുസരണവും പ്രാർത്ഥനയുമാണ് എങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്നത് പ്രതിസന്ധികളെയും പരാജയങ്ങളെയും നമ്മളുടെ സങ്കടങ്ങളെയും മറികടക്കാനായിട്ട് ദൈവകൃപ നമ്മൾ പ്രാപിക്കുന്നതിലൂടെയാണ്. നമ്മുടെ പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ദൈവഹിത പ്രകാരം മറികടക്കാൻ, ആ ദൈവഹിത പ്രകാരം അതിൻ്റെ മേൽ വിജയം നേടാനായിട്ട് മനസ്സ് വയ്ക്കുമ്പോഴാണ്. യൂദ കർത്താവിനെ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് ശിഷ്യന്മാരുടെ മനോഭാവം എന്തായിരുന്നു? 12 പേരിൽ ഒരാൾ അവനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കാൻ. അതിനെക്കുറിച്ച് പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസ് പറയുന്ന കാര്യം, കർത്താവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായിട്ട് തീർന്നയാൾ. അപ്പോൾ കർത്താവിനെ പിടിക്കാനായിട്ട് ഈ ആൾക്കാരെല്ലാം കൂടെ ഗതസമന തോട്ടത്തിലേക്ക് വരിക. അതിന് മുമ്പിൽ നിൽക്കുന്ന ആളാരാന്നറിയാമോ? ചിരിക്കാൻ പാടില്ലല്ലേ, യൂദ എന്ന് പറയുന്ന വ്യക്തിയാണ് വഴികാട്ടിയായിട്ട്. എന്നിട്ട് വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവിൻ്റെ ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. കർത്താവ് ഞാൻ വിചാരിക്കും തല ഇങ്ങനെ കൊണ്ട് പൊക്കിയിട്ട് കർത്താവിന് ഒരു ഉമ്മ. ബൈബിളിലെ കർത്താവിന് ചുംബനം കൊടുത്തു എന്ന് പറയുന്ന ഒരു സന്ദർഭമേ ഉള്ളൂ കേട്ടോ. മറ്റാരും കർത്താവിനെ ചുംബിച്ചതായിട്ട് പറയുന്നില്ല. കാലിലൊക്കെ ചുംബിച്ചായിട്ട് പറയുന്നുണ്ട്. മുഖത്ത് ചുംബിച്ചു എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് യൂദയാണ്. അത് ഭയങ്കര സങ്കടമായി കേട്ടോ. അത് ഭയങ്കര സങ്കടമായി അവർക്ക്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, യേശുക്രിസ്തുവിനെ പിടിക്കാൻ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള മുഖ്യ കാരണം, അതിന് വഴിവെച്ചു കൊടുത്തത് യൂദാസാണ്. തങ്ങളുടെ കൂടെയുള്ളയാളാണ് എന്ന് പറഞ്ഞ് എത്രയോ അപകടകരമായ അല്ലെങ്കിൽ എത്രയോ സങ്കടകരമായ കാര്യമാണ്. ഞാൻ യൂദാസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ എന്നോട് ചേർത്ത് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ശിഷ്യന്മാരാരെങ്കിലും വിചാരിച്ചോ യൂദാസ് കർത്താവിനെ തള്ളി പറയുമെന്ന്? വിചാരിച്ചോ? ഇവൻ്റെ പോക്കണിട്ട് ഇവനെ സൂക്ഷിക്കണം കേട്ടോ, ഇവൻ ആള് ശരിയല്ല, ഇവൻ സമയം വരുമ്പോൾ കാലം മാറും എന്ന ആൾക്ക് മനസ്സിലായല്ലോ കേട്ടോ. അതൊരു ഭയങ്കര അപകടം കേട്ടോ. ഞാൻ പറയാം, സഭകളിലൊക്കെ നിരന്തരമായി വരികയും ഒരുപാട് കാലം ആത്മീയ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവുമായി ബന്ധമുള്ളവരുമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദേ നെവർ ന്യൂ ക്രൈസ്റ്റ്. ആത്മീകമായിരിക്കുന്ന എല്ലാ പരിപാടികളിലുമുണ്ട്, പക്ഷെങ്കിൽ കർത്താവുമായുള്ള ബന്ധമില്ല. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോൾ സൗകര്യം വരുമോ കർത്താവിനെ വിറ്റ് എങ്ങനെ കാശുണ്ടാക്കാൻ നോക്കും എന്ന ചിന്തയാണ് അവനുള്ളത്. എത്രയോ ഭയാനകമായ കാര്യമാണ്.
യൂദാസിനെക്കുറിച്ച് കമൻറ്റേറ്റേഴ്സൊക്കെ പറയുന്നൊരു കാര്യം, ഒരുപക്ഷെ ഈ 12 ശിഷ്യന്മാരിൽ ഏറ്റവും മാന്യനായിരിക്കുന്ന ആൾ യൂദാസാണ്. ഈ 12 ശിഷ്യന്മാരിൽ ഏറ്റവും കൂടിയ ആൾ യൂദാസാണ്. കാരണം എന്ന് ചോദിച്ചാൽ ഇസ്കരിയോത്ത യൂദ എന്നാണ് അവൻ്റെ പേര്. ഇസ്കരിയോത്ത എന്ന് പറഞ്ഞാൽ എന്താ? കിരിയോത്ത് എന്ന് പറയുന്ന ആ പട്ടണമോ ഗ്രാമമോ അതിൽ നിന്നുള്ള ആളെന്നാണ്. ഒരാളിനെ ആ ദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താ? പിണറായി വിജയനല്ലേ? പിണറായി വലിയ ദേശമല്ലയോ? അവൻ അങ്ങനെ ഒരാളിനെക്കുറിച്ച് ഒരു ദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ പ്രമുഖനായിരിക്കുന്നയാളാണ്. വേറെ ഒരു കാര്യം കൂടി യൂദാസിനെ കുറിച്ച് പറയാൻ കേട്ടോ. യൂദാസ് മാത്രമേ ഉള്ളൂ യഹൂദയിൽ നിന്നുള്ളയാൾ. ഈ കിരിയത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ആ പട്ടണം യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 5-10 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഹീ ഈസ് ദ ഓൺലി വൺ ഫ്രം ജൂഡ. യെരുശലേം, പിന്നെ യെരുശലേമിലെ മതകേന്ദ്രീകരണം, അവിടെ പറയുന്നതായിരിക്കുന്ന പരിപാടികളൊക്കെയുമായി പരിചയമുള്ള അതിൽ ഏറ്റവും മാന്യനായ വ്യക്തിയാണ് യൂദാസ് എന്ന് പറയുന്നയാൾ. ഈ മറ്റുള്ള ആൾക്കാരൊക്കെ ഗലീലക്കാരുടെ ആക്സെൻറ്റ് കേട്ടാൽ തന്നെ അറിയാൻ കേട്ടോ. ഈ നമ്മൾ ചിലപ്പം പണ്ടൊക്കെ ഇപ്പോഴേ TV വന്നതിന് ശേഷം അതിന് വ്യത്യാസമുണ്ട്. മറ്റേതെങ്കിൽ നമ്മൾ തൃശ്ശൂർക്കാർ അല്ലേ, അങ്കമാലിക്കാർ, ഞങ്ങൾ അങ്കമാലിക്കാർ 8 ആളാണ് എന്ന് പറയുന്നത്. പണ്ടത്തെ ഭാഷ അറിയാം. അപ്പോൾ ഈ ഗലീലക്കാരെ കുറിച്ച് പറഞ്ഞാൽ അറിയാം കേട്ടോ. പത്രോസ് സംസാരിച്ചപ്പം പത്രോസ് ഞാൻ അവൻ്റെ ശിഷ്യനൊന്നും അല്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം അവിടെ കൂടെ ഞാൻ പറഞ്ഞു, നീയേ തൃശ്ശൂർക്കാരനാണ്, നിൻ്റെ സംസാരം കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവേ നീ ഗലീലക്കാരനാണേ എന്നുള്ള കാര്യം അവർ പറഞ്ഞു. അവർ ആക്സെൻ്റ് അറിയാം. പക്ഷേ യൂദാ സംസാരിച്ചുള്ള വടിവത്ത ഭാഷ പറയും കേട്ടോ. പുള്ളിയെ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല ഭാഷയാണ്. കാര്യം ചോദിച്ചാൽ പുള്ളി യെരുശലേമിൻ്റെ സമീപ പ്രദേശത്തു നിന്നുള്ളതായിരിക്കുന്നയാളാണ് അദ്ദേഹം. ഹീ വാസ് എലീറ്റ്. ഒരു കാര്യം കൂടെ യൂദാസിനെ കുറിച്ച് പറയാം. മത്തായി അപ്പസ്തലന്മാരിൽ ഒരാളല്ലേ മത്തായിയുടെ ജോലി എന്തുവായിരുന്നു? ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരനെന്ന് പറഞ്ഞാൽ എന്തുവാ? ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിക്കുക, ആ കാശിൻ്റെ കണക്കെഴുതുക, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ കാശ് വാങ്ങിക്കുക, അതിങ്ങനെ ഒക്കെ കറക്കി തിരിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാശ് കൈകാര്യം ചെയ്യാനായിട്ട് നല്ല പരിചയമുള്ള ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പണം കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ആളാരാ? മത്തായി. അതിനേക്കാളും മിടുക്കനാണ് യൂദാ. ആള് പുലിയാണ്. എന്തൊരു കൂടിയ ആളാണെന്നറിയോ? അവിടെ 12 ശിഷ്യന്മാരും കർത്താവും. ഒരുപാട് കാശൊക്കെ കിട്ടിയിട്ടുണ്ടോ? എല്ലായ്പ്പോഴും ഒന്നും കാശില്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എങ്കിലും ഇറ്റ്സ് എ ഗുഡ് കളക്ഷൻ. അപ്പം അതുകൊണ്ട് യൂദാസിനെയാണ് അവിടെ ഖജാൻജിയായിട്ട് വിചാരിച്ചത്. അപ്പോൾ ഹി വാസ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് മാൻ. ഏറ്റവും കൂടുതൽ വിശ്വസനീയനായിരിക്കുന്ന കാശ് കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ആൾ എന്ന് വിചാരിച്ച ആളാണ് യൂദാസ്. അയ്യോ, അങ്ങനെയൊക്കെ സ്ഥാനം കിട്ടിയ ആളിനെ എങ്ങനെയാണ് ഇങ്ങനെ ഭവിച്ചത്? എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാം, മേക്ക് ഷുവർ ദാറ്റ്. എന്നിട്ട് ഇവനെക്കുറിച്ച് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലല്ലേ, എൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത്, എങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള ഒരുത്തനൊരു പിശാചാന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇടയിലുള്ള ഒരുത്തനൊരു പിശാചാന്ന്. ഇവൻ ചിലർ പറയും യൂദാസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ രക്ഷ പോകുന്നതിനുള്ളൊരു തെളിവാന്ന് പറയും. രക്ഷ പോകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ്, യൂദാസ് വീണുപോയി. അവൻ ഞങ്ങളുടെ കൂടെ അവകാശം ലഭിച്ച ആളായിരുന്നു, ഞങ്ങളെപ്പോലെ അപ്പസ്തലനായിരുന്നു, പക്ഷേങ്കിൽ അവസാനം വീണുപോയി എന്ന് പറയുന്ന പ്രസ്താവന. എന്നാൽ കർത്താവിൻ്റെ പ്രസ്താവന നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഇവൻ ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല. എൻ്റെ ചേട്ടൻ പറയുന്നൊരു പ്രസ്താവനയുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു വേദപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, യൂദ ചില അവസരങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ശിഷ്യന്മാരുടെ എല്ലാ സംസാരം നമുക്കറിയത്തില്ല. ഒരിക്കൽ പോലും കർത്താവേ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലായ്പ്പോഴും റബിയാണ്. എല്ലായ്പ്പോഴും റബി എന്ന് മാത്രമേ വിളിക്കുള്ളൂ. കർത്താവിനെ ചുംബിക്കാൻ ചെല്ലുമ്പോഴേ എങ്ങനെ വിളിക്കണേ? റബി എന്നാണ് വിളിക്കുന്നത്. ഹി വാസ് എ ടീച്ചർ, ഹി വാസ് നെവർ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുള്ള യേശുക്രിസ്തു ആരാണ് എന്ന് സത്യസന്ധമായി തിരിച്ചറിഞ്ഞ കർത്താവിനെ മശിഹയായിട്ട് സ്വീകരിച്ച ആ നിലയിലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല യൂദ. അപ്പം ഞാൻ പറയുന്നത്, യു ക്യാൻ ബി വെരി ക്ലോസ് ടു റിലിജിയൻ. മതത്തോടും സഭയോടും ഒക്കെ വളരെ അടുത്താണ് നിൽക്കുന്നത്, പക്ഷേ മാനസാന്തരപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല.
എന്ന സാധ്യത ഉണ്ട്. ഞാൻ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ എത്ര നാളായി സഭയിൽ വരാൻ തുടങ്ങിയിട്ട്? ഒരുപാട് വർഷമായി അല്ലേ? ഒരുപാട് വർഷമായ പലരും. നിങ്ങൾ സത്യമായിട്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരാണോ? അതോ നിങ്ങൾ ഇതുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്ന് നടന്നുവെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ സ്വീകരിച്ചു എന്നുള്ള ആ ഒരു അനുഭവമില്ല? അത് ഭയാനകമാണ്, അത് സങ്കടമാണ്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പാക്കണം കേട്ടോ. നിങ്ങൾ എത്ര കാലം സഭയിൽ വന്നു എന്നുള്ളതിൽ കാര്യമില്ല. നിങ്ങൾ എത്രയൊക്കെ ആത്മീയ പ്രവർത്തനങ്ങൾ പങ്കാളികളായി എന്നുള്ളതിലും കാര്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. മനുഷ്യർ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തി കൊണ്ടും ഒരു മതകർമ്മങ്ങൾ കൊണ്ടും ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ടും അവർക്ക് ദൈവരാജ്യത്തിന് അവകാശികളായി തീരാൻ സാധിക്കില്ല. രക്ഷിക്കപ്പെടണം. നിങ്ങൾ സത്യമായി രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഞാനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ആളാണോ? ചിന്തിക്കണം. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. പ്രസംഗമെല്ലാം കേട്ടു, അവസാനം രക്ഷിക്കപ്പെട്ടിട്ടില്ല, നരകത്തിലും പോകും. എന്തൊരു ഭയങ്കരമായ കാര്യമാണത്! എത്ര സങ്കടകരമായ കാര്യമാണ്! യൂദ കർത്താവിനോട് കൂടെയൊക്കെ നടന്ന ആളാണ് എങ്കിലും കർത്താവ് പർവ്വത പ്രസംഗം നടത്തുന്ന സമയത്ത് ഇതിയാനോട് ഇരിപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ഇമാജിൻ, കർത്താവ് പർവ്വത പ്രസംഗം നടക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറയുന്നത് കൂട്ടത്തിൽ യൂദസും ഉണ്ട്. എത്ര നല്ല പ്രസംഗം കേട്ടൊരു മനുഷ്യനാണ്! എത്രയോ അത്ഭുതങ്ങൾ കണ്ടയാളാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് ഈ അപ്പവും പിടിച്ചുകൊണ്ട് കൊട്ടയിൽ അപ്പവുമായിട്ട് നടന്നയാളാണ് ഈ പറയുന്നതായിരിക്കുന്ന യൂദാസ്. പക്ഷേങ്കിൽ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും മെസ്സിയായി അംഗീകരിക്കുവാനും അവന് സാധിച്ചില്ല. എന്തൊരു ഭയങ്കര അപകടമാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ. എന്നിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു സാധു സ്ത്രീയാണ്. അവളുടെ ജീവിതത്തിന് മുഴുവനും സമ്പാദ്യം ഒറ്റ സമർപ്പണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്ത് ആ തൈലം ഒഴിച്ചു. 300 വെള്ളിക്കാശ്. ഇവന് 30 കിട്ടിയുള്ളൂ കേട്ടോ. ഇവന് 30 വെള്ളിക്കാശ് കിട്ടിയുള്ളൂ യൂദായിക്ക്. അതിന് 10 മടങ്ങ്. വൺ ആക്ട് ഓഫ് സാക്രിഫൈസ്, ഒരൊറ്റ സമർപ്പണത്തിൻ്റെ ആ ആവേശത്തിൽ 300 വെള്ളിക്കാശിന് വരുന്നതായിരിക്കുന്ന തൈലം കർത്താവിൻ്റെ ദേഹത്ത് ഒഴിച്ചു. അതിങ്ങനെ കർത്താവിൻ്റെ ശരീരത്തോടെ ഇങ്ങനെ ഒഴുകി കാല് വരെ ചെന്നു. അവൾ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദം തുടച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ യൂദാസ് പറഞ്ഞു, ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് താഴെ യോഹന്നാൻ പറഞ്ഞു കേട്ടോ, അവൻ സാധുക്കളോടുള്ള പരിഗണന കൊണ്ടല്ല, അവൻ കള്ളനാകൊണ്ടും കർത്താവ് അവൻ്റെ കയ്യിൽ കൊടുത്ത കാശിൽ അവൻ മോഷ്ടിച്ച് വന്നതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അവൻ കള്ളനാണ്, കിട്ടുന്ന കാശിൽ ഒരു ഭാഗം മോഷ്ടിച്ചു. ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, അവൻ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് ആണ് അവൻ തൂങ്ങിച്ചേർത്തത് എന്നുള്ളതിനെക്കുറിച്ച് താഴെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞത് ഞാനതിനെ സ്വീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ ഈ കർത്താവും ശിഷ്യന്മാരുടെ ഒക്കെ പേരിൽ കിട്ടുന്നതായിരിക്കുന്ന കാശ് മൂട്ടിച്ചായിരിക്കും ഒരു പക്ഷേ അവൻ ആ സ്ഥലം വാങ്ങിച്ചിരുന്നത്. അത് അവൻ വാങ്ങിച്ച സ്ഥലത്തല്ലേ അവൻ പോയി തൂങ്ങിച്ചത്തു എന്ന് പറയുന്നത്. എന്നാൽ അവിടെ പറയുന്ന പ്രസ്താവന അനുസരിച്ച് അതിനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഒരുപാട് കാശ് പൊട്ടിച്ചാൽ കേട്ടോ, ഒരുപാട് കാശ് പൊട്ടിച്ച. എൻ്റെ പൊന്നെ, ആത്മീയം അനേകർക്കും കാശ് മൂട്ടിച്ച് സമ്പന്നനാകാനുള്ളൊരു മുഖാന്തരമാണ്. അങ്ങനെയാണ് പലരും ആത്മീയത്തെ കാണുന്നത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സഹോദരൻ പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. കരിമ്പ് കൃഷിയേക്കാളും ലാഭം കുരിശ് കൃഷിയാണ് എന്ന് പറഞ്ഞു. കരിമ്പ് കൃഷിയേക്കാളും ലാഭം കുരിശ് കൃഷിയാണ്. ആത്മീയം പറഞ്ഞാൽ കാശുണ്ടാക്കാൻ നല്ല വഴിയാണ്. ആളെ പേടിപ്പിച്ചാൽ മതിയല്ലോ. വാള് വരുന്നു, കാശ് തന്നോ എന്നൊക്കെ പറഞ്ഞ് ആളെ വരട്ടും, എന്നിട്ട് കാശ് പിരിക്കും. അയ്യോ, അതൊരു ഭയങ്കരമാണല്ലോ. ഏതായാലും ശരി. അപ്പം അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, അല്ലെങ്കിൽ അതിന് മറുവശമായിട്ട് യൂദായുടെ വീഴ്ച
അതിഭയങ്കരമായ വീഴ്ചയാണ്. എന്നാൽ അതിനോട് ചേർത്ത് ഇവിടെ പത്രോസ് പറയുന്നൊരു കാര്യം, ഇവൻ ഈ സംഭവിച്ച കാര്യം സംഭവിക്കേണ്ടതായിരുന്നെന്ന്. അങ്ങനെയല്ലേ പറയുന്നേ? അങ്ങനെ പറഞ്ഞേ. സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായിത്തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് എ ഡിവൈൻ നെസസിറ്റി. അത് ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പ്രമാണം നിങ്ങളോട് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളുടെ വിജയങ്ങളുടെ മേൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ പരാജയങ്ങളുടെ മേലും ദൈവം സർവാധികാരിയാണ്. നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ജീവിതത്തിലെ വിജയങ്ങളുടെ മേൽ മാത്രമല്ല, നമ്മുടെ വീഴ്ചകളുടെ മേലും പരാജയങ്ങളുടെ മേലും ഒക്കെ ദൈവം സർവാധികാരിയാണ്. അതിനെക്കുറിച്ച് റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമൊക്കെ വിശദമായി പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളെ പാപങ്ങൾ കൊണ്ട് ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാടികളെ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇല്ല, നമുക്ക് ദൈവത്തിൻ്റെ പരിപാടികളുടെ പങ്കും ഓഹരിയും നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. ദൈവത്തെ പരാജയപ്പെടുത്താനായിട്ട് മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ടും അവൻ്റെ ദുഷ്ടത കൊണ്ടും സാധിക്കുകയില്ല. ഈ ലോകത്തിൽ എന്തോരം ദുഷ്ടതയാണ് ഈ കാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നത്. സോദോം ഗൊമോറയെ പോലെയുള്ളൊരു കാലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിനെ വിട്ടുപോയി കർത്താവിനോട് മത്സരിച്ചു, അതുകൊണ്ട് കർത്താവിൻ്റെ പരിപാടിയെല്ലാം പരാജയപ്പെടേ. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവന് 30 വെള്ളിക്കാശ് കിട്ടിയാൽ അവൻ കർത്താവിനെയും തള്ളിപ്പറയും, എല്ലാവരെയും തള്ളിപ്പറയും. ആ നിലയിലുള്ള ദുഷ്ടനാണവൻ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പരിപാടി അതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല. യഥാർത്ഥത്തിൽ അവൻ്റെ ദുഷ്ടത ദൈവത്തിൻ്റെ പരിപാടിയെ പൂർത്തീകരിക്കുന്നതിനൊരു മുഖാന്തരമായിട്ട് തന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. അത് സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് ഇറ്റ് ഈസ് എ ഡിവൈൻ നെസസിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പ്രയോഗത്തിലേക്ക് ഞാൻ വരിക. ഞാനെന്താ പറഞ്ഞത്? നമ്മുടെ പരാജയങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ശിഷ്യന്മാരുള്ളത് പറഞ്ഞാൽ യൂദയുടെ ഈ തിരസ്കരണവും യൂദയുടെ ഈ വീഴ്ചയും അവൻ്റെ മരണവും അവൻ്റെ ഈ പരിപാടികളും എല്ലാം കണ്ട് ഭയങ്കര സങ്കടപ്പെട്ടു പോയ ആളുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞത്, ആ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവിക പരിപാടിയുടെ ഒരു ഭാഗമാണ്. അതിനെ ഒഴിവാക്കി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ പ്രിയ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിൽ ചില സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചില്ല എന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഞാനെന്താ വിചാരിച്ചത്, എന്തോരം സമർപ്പണമുള്ള നല്ല ഭക്തന്മാരായ മനുഷ്യരാണിവരെല്ലാവരും, അവരെല്ലാം അങ്ങനെ അവസാനം വരെ നന്നായിട്ട് ജീവിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. യൂദാസ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളിനിയും പ്രതികൂലവും പ്രയാസവും തിരസ്കരണവും വഞ്ചനയും ആളുകളുടെ മത്സരവും ഒന്നുമില്ല, അങ്ങനെ വിശ്വാസ ജീവിതം നയിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടോ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് സാധ്യമായ കാര്യമല്ല. ആളുകളൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്, അവർക്ക് സമർപ്പണം ഇതുപോലൊന്നും ആണെന്ന് ഞാൻ കരുതിയേ ഇല്ല എന്ന്. നല്ല കാര്യം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെയുള്ള ദുഷ്ടന്മാരും തിരസ്കരണത്തിൻ്റെയും മത്സരത്തിൻ്റെയും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ നിറഞ്ഞ സഭാ അന്തരീക്ഷവും ലോകവും അത് നമ്മളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടൊന്നും വിശ്വാസം തള്ളിക്കളയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. യു ഹാവ് ടു ഓവർകം ഇറ്റ്. നാം അതിനെ മറികടന്നേ മതിയാകുകയുള്ളൂ. യൂദാസ് പോയാൽ അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താനല്ല മറ്റ് ശിഷ്യന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുമായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളെ ആരാണ് നിങ്ങളുടെ വിശ്വാസത്തെ കവർന്നു കളഞ്ഞത്? നിങ്ങളുടെ വിശ്വാസത്തിൽ വീഴ്ച വരുത്തിയത് ആരാണ്? പറയുന്നത് എൻ്റെ അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അവൻ ഈ പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലേ? യേശുക്രിസ്തുവിനെ നോക്കി വിശ്വാസ ജീവിതം നയിക്കാനേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. മറ്റാരെയും നോക്കി വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യരൊക്കെ വീണു പോകുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ്. നമ്മളുടെ വിശ്വാസം അവരിൽ അർപ്പിച്ചാൽ നമ്മൾ നിരാശരായി പോകും. അവരെ ഒന്നും നോക്കി ക്രിസ്തീയ ജീവിതം നയിക്കാൻ നോക്കിയില്ല. വിശ്വാസത്തിൻ്റെ നായകനും
തൃപ്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവർ തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോയത് മറ്റ് മനുഷ്യരുടെ നിമിത്തമാണെന്ന് പറഞ്ഞാൽ അത് തമ്പുരാൻ സമ്മതിച്ചിരിക്കില്ല. അതിനുള്ള അനുവാദം നമുക്കില്ല. ഇവിടെ എനിക്കത് പറഞ്ഞു തീർക്കാനായിട്ട് സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് അടുത്ത ആഴ്ചയിൽ തുടർന്ന് പറഞ്ഞോളാം. ഏതായാലും 2 സങ്കീർത്തനങ്ങളെ ഉദ്ധരിച്ചാണ് ഇവിടെ പത്രോസ് സംസാരിക്കുന്നത് കേട്ടോ. 69-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം, അതുപോലെ തന്നെ 109-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെയും 10-12 എക്സാക്ട് വാക്യം ഞാൻ ഓർക്കുന്നില്ല. അതിൽ 2 സങ്കീർത്തനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 സങ്കീർത്തനം വായിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം പോലെയാണ് ആ സങ്കീർത്തനങ്ങൾ. അവരുടെ പിള്ളേരെ എടുത്ത് പാറയിൽ അടിച്ചു കളയുന്നവൻ, എൻ്റെ പൊന്നെ അതെന്തോ അവസ്ഥയല്ലേ, എൻ്റെ പൊന്നെ. 109-ാം സങ്കീർത്തനം വായിച്ചാൽ നമ്മൾ കരിഞ്ഞു പോകും കേട്ടോ, നമ്മൾ പേടിച്ചു പോകും. അവൻ്റെ ഭാര്യ വിധവയും അവൻ്റെ മക്കൾ അനാഥരുമായി തീരട്ടെ, അവൻ്റെ ഭവനത്തിൽ ആരും പാർക്കാതിരിക്കട്ടെ. അയ്യോ, അത് ശരി, എന്തൊരു ഭയങ്കര സങ്കീർത്തനമാ. അപ്പം ഞാനതിനെക്കുറിച്ച് അടുത്ത ആഴ്ച നിങ്ങളോട് പറഞ്ഞോളാം. ദൈവത്തെ എതിർക്കുകയും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാർ, ആത്മീകർ എന്ന് അഭിനയിക്കുന്നതായിരിക്കുന്ന മനുഷ്യർ ഉള്ള ആത്മീക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ ആരെയും നോക്കി നമുക്ക് വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും തള്ളിക്കളയാനും ഒന്നും പറ്റുകയില്ല കേട്ടോ. വി ഹാവ് ടു ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആര് വീണുപോയാലും നമുക്ക് വീണു പോകുവാൻ ആവശ്യമില്ല. മനുഷ്യൻ നിരാശപ്പെടുന്നതൊക്കെ സങ്കടം കേട്ടോ, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം അവരുടെ മേൽ വെച്ച് അവരുടെ പേരിൽ വിശ്വാസം തള്ളിക്കളയുവാൻ നമുക്ക് അനുവാദമില്ല. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. യൂദ പോയി, ഇനി എന്തോ വിശ്വാസം വെച്ചിട്ട് എന്തോ ചെയ്യാണ്, ഇത്രയും കൂടിയ ആൾ. പിന്നെ ആരായിരുന്നു? രവി സക്രിയ വീണുപോയി. ഇനി എന്തിനാ വിശ്വാസം, അല്ലയോ? ആൾ വേണ്ട പണി നോക്കട്ടതേ, വേറെ പണി നോക്കാൻ പറ. ഞങ്ങൾ അവരെ ആരെയും നോക്കി വിശ്വാസ ജീവിതം അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളല്ല. ഞങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. വി ഫോക്കസ് ഓൺ ഹിം ആൻഡ് ഹി നെവർ ഡിസപ്പോയിൻറ്റ്സ് us. കർത്താവ് നമ്മളെ ആരെയും ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. അവൻ കുരിശിലേക്ക് നടന്ന് സാവകാശം നടന്ന് വീണും എഴുന്നേറ്റും ആ ക്രൂശുമായിട്ട് ഗോൽഗോഥായിലേക്ക് കയറിപ്പോയ കർത്താവാണ്. തൻ്റെ കരങ്ങൾ വിരിച്ച് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവാണ്. എന്നിട്ട് 3-ാം നാൾ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ആ കർത്താവാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകൻ. ആ കർത്താവിനെ നോക്കിയാണ് വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ വാക്ക് മാറുകയില്ല, അവൻ നമ്മളെ പുലർത്തുവാൻ മതിയായവനാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും പരാജയങ്ങളെയും ഒക്കെ നമ്മൾ മറികടക്കണം കേട്ടോ. കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മനുഷ്യനെ നിരാശപ്പെടുത്തിയതൊക്കെ മറികടന്ന് അതിനപ്പുറത്തായിട്ട് നമ്മളെ വിളിച്ച കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ മാത്രമേ നമുക്ക് വിജയകരമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ 3-ാമത്തെ കാര്യം അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞോളാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.